നമസ്കാരം. കണ്ണുരുട്ടിയത് കൊണ്ടും ഉറഞ്ഞു തുള്ളിയത് കൊണ്ടുമൊന്നും ഒരു കാര്യവുമില്ല എന്റെ ട്രംപേ. ഇതൊന്നും കണ്ടാൽ പേടിക്കാൻ. ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് ഇന്ത്യൻ ഭരണം കുത്തകയാക്കി വെച്ചിരുന്ന, ഒന്ന് പേടിപ്പിച്ചാൽ വിരണ്ടോടുന്ന കോൺഗ്രസുകാരല്ല. ഇന്ത്യ ഭരിക്കുന്നത് കഴിവും കാര്യപ്രാപ്തിയുമുള്ള മോദിയാണ്. അനീതിക്കും നീതികേടിനുമെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പോരാട്ടമാണ് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഭരണ സംവിധാനങ്ങളും തിരഞ്ഞെടുപ്പും ഒക്കെയുണ്ട്. അത് രാജ്യങ്ങളെ ഓരോന്നിനെയും അപേക്ഷിച്ച് വ്യത്യസ്തവുമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം വിശ്വസിക്കുന്നതും നടപ്പിലാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിലാണ്. അതിൽ ജനങ്ങൾ അവരുടെ താല്പര്യത്തിന് തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ അവർക്ക് വേണ്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരികൾ ആരെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇന്ത്യയുടെ ഭരണാധികാരികൾ ജനങ്ങളാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഇന്ത്യയിൽ പ്രാധാന്യം. മോദി ട്രംപിന്റെ താരിഫിന്റെ പേരിലുള്ള വിരട്ടലിൽ ഉറക്കെ പ്രഖ്യാപിച്ചതും രാജ്യക്ഷേമത്തിലും ജനങ്ങളുടെ ക്ഷേമത്തിലും വളർച്ചയിലും ഊന്നിക്കൊണ്ടുള്ള തീരുമാനം മാത്രമേ എടുക്കൂ എന്നുള്ളതായിരുന്നു. അത് അക്ഷരം പ്രതി മോദി നടപ്പിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് താരിഫ് ഭീഷണിയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും വിറച്ചു തുടങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ GSTയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ ജീവിത ചെലവ് ഗണ്യമായി കുറച്ചുകൊണ്ട് ആശ്വാസത്തിന്റെ കുളിർമഴ ഇന്ത്യൻ മണ്ണിൽ പെയ്യിക്കാൻ മോദിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പോലും സർവേ പ്രകാരം ഇപ്പോഴും വളരെ വേഗത്തിൽ വളർച്ച നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ പേര് സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ട്രംപിന്റെ ഭീഷണിയും താരിഫ് ഉയർത്തലുമൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ ലഭിച്ചു തുടങ്ങിയതോടെ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ച നീണ്ടുപോകുന്നതും ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ കാരണമായെന്നും വരും മാസങ്ങളിൽ ഇത് ഇനിയും വർദ്ധിക്കുമെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. യുറാൽസ് ക്രൂഡ് ഓയിലിന് ഡേറ്റഡ് ബ്രെന്റ് ക്രൂഡ് ഓയിലിനേക്കാൾ ബാരലിന് $2 മുതൽ $2.05 വരെ നവംബറിൽ കിഴിവ് ലഭിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബാരലിന് ഏകദേശം $1 കിഴിവ് എന്ന നിലയിലായിരുന്നു. ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകിയതിനെ തുടർന്നാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിതരണം കുറഞ്ഞതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ മാസത്തിൽ കപ്പലുകളുടെ വരവിൽ വൻ വർധനവുണ്ടായതായി ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ സൂചിപ്പിക്കുന്നുണ്ട്. ഒക്ടോബറിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പ്രതിദിനം ശരാശരി 1.7 ദശലക്ഷം ബാരൽ ആയേക്കാമെന്ന് കെപ്ലർ ലിമിറ്റഡ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസത്തേക്കാൾ 6% വർധനവാണ് ഇതുപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കുറവായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യയുമായി ട്രംപ് ഇടഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധത്തിന് സഹായകരമാകുന്ന രീതിയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുവെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യാതിരിക്കുകയായിരുന്നു ട്രംപിന്റെ നീക്കം. എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, ഭീഷണിക്ക് മുന്നിൽ നിന്ന് പേടിച്ചൊളിക്കാനും ഇന്ത്യയെ കിട്ടിയില്ല. ഭീരുവായ ട്രംപിന്റെ പാദസേവ ചെയ്യുന്നതിലും നല്ലത് ധീരതയോടെ തിക്താനുഭവങ്ങളായാലും ഏറ്റുവാങ്ങുന്നതാണ് എന്ന് മോദിക്ക് നന്നായി അറിയാം. അത്തരം ഭീഷണിയുടെ മിസൈലുകൾ നിലം തൊടിയിക്കാതെ കത്തിച്ച് ചാമ്പലാക്കാനും മോദിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച